പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായിക പ്രേമികളെ സംബന്ധിച്ച് KCL പൂരമാണല്ലോ. അപ്പോൾ KCLൽ നാളെയാണ് ഫൈനൽ പോരാട്ടം. കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. നാളെ വൈകിട്ട് 6:45 മത്സരം. ജോയ്മോൻ ജോസാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമുക്കിപ്പോൾ ചേർന്നത്. ജോയ്മോനെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കായിക പ്രേമികൾക്ക് പൂര കാഴ്ചകളായിരുന്നു KCL. നാളെ ഫൈനൽ, എത്രത്തോളമാണ് പ്രതീക്ഷകൾ? തീർച്ചയായും ചെയ്തു. 2 ആഴ്ച നീണ്ടു നിന്ന ക്രിക്കറ്റ് ആരവത്തിനാണ് ഇപ്പോൾ നാളെ കൊടിയിറങ്ങാൻ പോകുന്നത്. അതിൽ തന്നെയായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ സീസണിലെ കിരീടം ആരുയർത്തും, ആരാകും ഈ KCL 2ാം സീസണിലെ ചാമ്പ്യന്മാർ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർക്ക് തന്നെ. എങ്കിൽ തന്നെയായാലും ഈ ഘട്ടത്തിൽ മിന്നും പ്രകടനം നടത്തിയ 2 ടീമുകളാണ് ഇപ്പോൾ ഫൈനലിലെ കലാശ പോരാട്ടത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പ്രകടനമാണ്. അതായത് ഈ സീസണിലെ തന്നെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചൊരു ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അത് സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ, സഞ്ജു സാംസൺ, സാലി സാംസൺ എന്നിവരുടെ നേതൃത്വത്തിൽ മികച്ച പ്രകടനം നടത്തി. എങ്കിൽ തന്നെയായാലും ഏഷ്യ കപ്പ് ടീമിനൊപ്പം ചേരാൻ വേണ്ടി സഞ്ജു പോയതിന് പിന്നാലെയും ആ കുതിപ്പ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയി ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അതിനാലും സെമിയിൽ തന്നെയായാലും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, അതായത് കഴിഞ്ഞ സീസണിൽ ഫൈനൽ കളിച്ച കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 15 റൺസിൻ്റെ ജയവുമായിട്ടാണ് കൊച്ചി ഇപ്പോൾ കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയായാലും കൊല്ലം സെയിലേഴ്സിൻ്റെ, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ ലീഗ് ഘട്ടത്തിൽ തന്നെയായാലും ഏറെക്കുറെ ഒരു മങ്ങിയ പ്രകടനമാണ് കൊല്ലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും പിന്നീടായാലും സെമിയിലേക്ക് എത്തിയപ്പോൾ ചാമ്പ്യൻ ടീമിൻ്റെ നിലവാരത്തോടെയുള്ള പ്രകടനമാണ് അവർ സെമിയിൽ പുറത്തെടുത്തത്. അതായത് മികച്ച ബാറ്റിംഗ് നിരയുള്ള തൃശ്ശൂർ ടൈറ്റൻസിനെ എറിഞ്ഞൊടുക്കുന്ന കാഴ്ചയാണ് ഈ ആദ്യ സെമിയിലുണ്ട്. അതായത് വെറും 86 റൺസിനാണ് തൃശ്ശൂരിനെ കൊല്ലം ബോളേഴ്സ് എറിഞ്ഞൊരുക്കിയത്. പിന്നീടായാലും ആ 87 റൺസിന് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ കൊല്ലം അനായാസം ഇത് മറികടന്നു, അതായത് വിജയലക്ഷ്യം മറികടന്നു ഫൈനലിലേക്ക് എത്തുകയായിരുന്നു. അതിൽ തന്നെയായാലും ഭരത് സൂര്യയുടെ ഒരു അർദ്ധ സെഞ്ചുറിയാണ് കൊല്ലത്തിന് ഈ ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്താൻ ഒരു മുതൽക്കൂട്ടായത്. എങ്കിൽ തന്നെയായാലും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഒരു ക്യാപ്റ്റൻസിയുടെ മികവ് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ഈ കഴിഞ്ഞ സെമിയിൽ തന്നെ നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ ഈ 2 ടീമുകൾ തമ്മിൽ മാറ്റിവെക്കുന്ന ഒരു കലാശ പോരാട്ടമാണ് നടക്കുന്നത്. എങ്കിൽ തന്നെയായാലും ഇതിൽ ഒരു ആവേശത്തോടും ഏറെ വെടിക്കെട്ട് കളി അല്ലെങ്കിൽ തീ പാർന്നൊരു പ്രകടനമായിരിക്കും നാളെ ഈ വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ ജോയ്മോൻ, ശരി. അപ്പോൾ ജോയ്മോനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് KCL വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മുടെ